വെൽക്കം ടു റിയാദ് ടു ഖത്തർ ഡേ 1 സീരീസ്. ഒരു അൺപ്ലാൻ ട്രിപ്പായിരുന്നു ഇത്തവണത്തേത്. അതുകൊണ്ട് തന്നെ ബൈ റോഡ് ആക്കിയാലും ഞങ്ങളും തീരുമാനിച്ചു. റിയാദിൽ നിന്നും വൈകുന്നേരം 6:30 തിരിച്ച് രാവിലെ 3 മണിയായപ്പോഴാണ് ഞങ്ങൾ ദോഹയിലെത്തിയത്. വിസ, എക്സിറ്റ് റീ എൻട്രി, ഹെൽത്ത് ഇൻഷുറൻസ്, 1 ഡേ ഇൻഷുറൻസ്, 1 ഡേ ഫിറ്റ്നസ് പേപ്പർ, ഇതെല്ലാമാണ് നമ്മൾ റോഡ് മാർഗം പോകുമ്പോൾ വേണ്ടത്. അങ്ങനെ ഞങ്ങൾ 3 മണിയായപ്പം ദോഹയിലെത്തി. ബ്രദറിൻ്റെ വൈഫിനൊരു ചെറിയ സർപ്രൈസ് കൊടുത്ത് ഞങ്ങൾ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഖത്തർ കാണാനിറങ്ങി. ഖത്തറിൻ്റെ റോഡുകൾ അതിമനോഹരമായിരുന്നു. 2 സൈഡുകളിലും പൂക്കളും വൃക്ഷങ്ങളും എല്ലാം വെച്ച് പിടിപ്പിച്ചു മനോഹരമായ റോഡുകളാണ് ഞങ്ങൾ കണ്ടത്. ഹമാദ് എയർപോർട്ട് വഴിയാണ് ഞങ്ങൾ പോയത്. അതുവഴി കാലിക്കറ്റ് നോട്ട്ബുക്ക് ഫുഡ് റെസ്റ്റോറൻറ്റിലോട്ട് ഞങ്ങൾ യാത്രയായി. അവിടുന്ന് ഫുഡ് കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. വെളിയിലിറങ്ങി കുറേ ഫോട്ടോഷൂട്ട്സും ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് നേരെ വിട്ടത് വക്ര ബീച്ചിലോട്ടായിരുന്നു. അവിടുത്തെ മാൻഗ്രൂവ് ഫോറസ്റ്റും കപ്പലുകളും വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ വിട്ടത് ദോഹ സൂക്കിലേട്ടായിരുന്നു. ദോഹയുടെ ഏൻഷ്യൻ കൾച്ചർ പ്രകാരം നിർമ്മിച്ചിരുന്ന പല കെട്ടിടങ്ങളും കാഴ്ചകളും ആണ് ഞങ്ങൾ അവിടെ കണ്ടത്. കയറി ചെല്ലുമ്പോൾ 2 വേദികളിലും ഫുഡ് കൊടുക്കുന്ന ചെറിയ ചെറിയ കടകൾ കാണാം. അവിടെ ഇരിക്കുന്ന പലരും ഫുഡ് കഴിക്കുന്നത് നമുക്ക് കാണാം. ഫുഡുകൾ മാത്രമല്ല, പല ഓർണമെൻറ്റ്സും ജ്വല്ലറി അക്സസറീസും എല്ലാം വിൽക്കുന്നത് കാണാൻ കഴിയും. രണ്ട് വേദികളിലും ഏൻഷ്യൻ രീതികളിൽ പണി തീർത്ത കെട്ടിടങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും. ഇങ്ങനത്തെ മനോഹരമായ കാഴ്ചകളും കൂട്ടത്തിൽ കാണാൻ കഴിയും. ഇവിടുത്തെ പല ഷോപ്പുകളിലും ഏൻഷ്യൻ രീതിയിലാണ് പണി തീർത്തത്. അങ്ങനെ ഒരു പെർഫ്യൂം കടയിൽ ഞങ്ങളും കയറി. അവിടെ നിന്നൊരു ചെറിയ പെർഫ്യൂം മേടിച്ച് ഇറങ്ങി. ഇത് പല കോണുകളിലും കാണുന്ന വളരെ മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. അവിടെ നിന്നും ഇറങ്ങി ദോഹയുടെ ഹാർട്ട് സെൻ്ററായ കോർണിഷിലോട്ടാണ് ഞങ്ങൾ പോയത്. കോർണിഷിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ അവിടെ നിന്നിറങ്ങി. ക്ലൈമറ്റും നല്ലതായതുകൊണ്ട് എല്ലാം എൻജോയ് ചെയ്യാൻ വളരെ മനോഹരമായിരുന്നു. അവിടെ നിന്ന് ഒരു ചായയും കുടിച്ച് ഞങ്ങൾ പള്ളിയിലേക്ക് പോയി. വേറൊരു അത്ഭുത കാഴ്ചയെന്ന് പറഞ്ഞാൽ റിലീജിയസ് കോംപ്ലക്സിലെ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു. എല്ലാ ചർച്ചുകളിലും ഒരു കോമ്പൗണ്ടിൽ അതിൻ്റെ ക്രിസ്മസ് സെലിബ്രേഷൻസ്, അതിൻ്റെ ഡെക്കറേഷൻസ് വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു. ക്രിസ്മസ് സെലിബ്രേഷൻ കഴിഞ്ഞ് ഞങ്ങൾ പോയത് ദോശ സ്ട്രീറ്റിലോട്ടായിരുന്നു ഡിന്നർ കഴിക്കാൻ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു അവിടെ നിന്ന് കഴിച്ചത് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ചു ഞങ്ങൾ ഇറങ്ങി. ഇനി അടുത്ത സീരീസിൽ കാണുന്നതിന് വരെ ബൈ.